ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടണ്ട, മതപരിവർത്തന നിരോധനം ന്യൂനപക്ഷ വേട്ടയ്ക്ക്, ജെൻസി ജനാധിപത്യത്തിന്റെ പുതിയ നേപ്പാൾ പാഠം, ജോർജ് സാർക്ക് സിനിമയിൽ മതി, ഓരോ ഫയലും ഓരോ ശവപ്പെട്ടിയാകരുത്, മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറി, ഗോവിന്ദചാമിയും പാർട്ടി ചാമിമാരും. ഞാൻ മേൽ പറഞ്ഞത് ദീപിക ദിനപത്രത്തിന്റെ ഏറ്റവും അടുത്ത കാലത്തായി വന്ന എഡിറ്റോറിയലുകളുടെ തലക്കെട്ടുകളാണ്. ഏറ്റവും അടുത്ത കാലത്ത് കേരളം സംസാരിച്ച ഈ എഴുത്തുകൾ ദീപികയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സമൂഹത്തിൽ എന്തിനെക്കുറിച്ചും ധീരമായ നിലപാട് പറയാൻ മലയാളത്തിലെ ഒരേ ഒരു പത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിലെ ആദ്യ ദിനപത്രം ദീപിക. കർഷകർക്ക് വേണ്ടി എല്ലായ്പ്പോഴും ദീപിക ശബ്ദിച്ചു. എഡിറ്റോറിയലുകൾ നിരന്തരമായി സത്യവടികൾ തെളിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണു തുറപ്പിക്കുന്ന എഴുത്തിലൂടെ ദീപിക ആരാധകരെ സ്വന്തമാക്കി. കർഷകരും മറ്റു പല മേഖലയിലുള്ളവരും ദീപിക എഡിറ്റോറിയലുകൾ എന്തു പറയുന്നുവെന്ന് കാത്തിരിക്കുന്നു. കേരളത്തിൽ തുടർച്ചയായി സംസാര വിഷയമാകുന്ന പത്രം വരിക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ദീപിക ദിനപത്രം തുടർച്ചയായി സാധാരണക്കാരനെ അറിയുന്നു, ശബ്ദിക്കുന്നു. ദീപിക വരിക്കാരാവുക, നമുക്കും നിലപാടുള്ളവരാകാം.